ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് അറ്റ് മൂന്നാർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ XUV400 ചാർജിങ് ടെസ്റ്റും അതുപോലെ ലിംബ് മോഡിലുള്ള പെർഫോമൻസും എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. 15% വേണം മൂന്നാർ ടൗൺ എത്താൻ. ഏകദേശം ഒരു 10-15-16 കിലോമീറ്റർ ഓടാൻ തന്നെ. മൊത്തം കയറ്റമാണ്. അതുകൊണ്ട് നമ്മളവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 5% താഴെ എത്തും. അപ്പോൾ അതിനിടയ്ക്ക് 20% നിന്ന് 5% എത്തുന്നതിനിടയ്ക്ക് വണ്ടി എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും എന്ന് നമ്മളൊന്ന് നോക്കാൻ ശ്രമിക്കുക. അതിനകത്ത് AC വർക്ക് ചെയ്യുമോ, ഫാസ്റ്റ് മോഡും ഫിയർലെസ് മോഡും ഒക്കെ ഓണാവുമോ എല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കുറച്ച് സമയം. ഫ്രണ്ട്സ്, ഇപ്പോൾ 15% വണ്ടിയിൽ AC ഓണാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ NH കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവ് മോഡ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 14%ലാണ് വണ്ടി, 37 കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവ് മോഡ്സ് എല്ലാം എന്നിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഫാസ്റ്റ് മോഡ് ഇടാം. ഇപ്പോൾ ഫാസ്റ്റ് മോഡിലായിട്ടുണ്ട്. വിത്ത് 14% വണ്ടി ഫാസ്റ്റ് മോഡിൽ ഒരു പെർഫോമൻസ് കുറവില്ലാതെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് മോഡിൽ വണ്ടി ഓക്കെയാണ് വിത്ത് 14% ചാർജ്. നമുക്കപ്പോൾ ഫിയർലെസ് മോഡ് എന്നിട്ട് നോക്കാം. ഫിയർലെസ് മോഡ് ഓൺ ആകുമെന്നും അതുപോലെ പെർഫോമൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോയെന്നും നോക്കാം. ഇട്ടെ അടുത്ത് നമ്മൾ ഫിയർലെസ് മോഡിൽ ഇട്ടിട്ടുണ്ട്. പെർഫോമൻസിലൊന്നും കുറവില്ല. ഫിയർലെസ് മോഡൊക്കെ വീഴുന്നുണ്ട്. അതിന് 13%. ഫിയർലെസ് മോഡ് വളരെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് 12%. ഫിയർലെസ് മോഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 11% ആണ് ചാർജ്. അപ്പോൾ നമുക്ക് 10%-ന് ബിലോ ഇത് കിട്ടുമോ എന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഓണാക്കി ഇട്ടിരിക്കുന്നത്. 10%-ൽ താഴെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആകുമോ അല്ലെങ്കിൽ ലിംബ് മോഡ് ഓൺ ആകുമോ എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ 10% ആയപ്പോൾ കറക്റ്റ് 10% ആയപ്പോൾ നമുക്ക് ലിംബ് മോഡ് ഓൺ ആയി. ഫിയർലെസ് മോഡിൽ കറക്റ്റ് 50-ൽ വന്ന് ലോക്ക് ആകുന്നുണ്ട്. 50-ക്ക് മേളിൽ പോകുന്നേ ഇല്ല. ഫൺ മോഡിലും 50 ആണ് ലിമിറ്റ്. എല്ലാ മോഡിലും സ്പീഡ് 50-ൽ. AC ഓൺ ആവുന്നുണ്ട് കേട്ടോ ലിംബ് മോഡിലും. ഫ്രണ്ട്സ്, അപ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്നുണ്ട്. 50 എന്നുള്ളതിൽ നിന്ന് ലിമിറ്റ് 40-ലേക്കൊക്കെ മാറി വരുന്നുണ്ട്. മോഡ് മാറ്റിയാലും സ്പീഡിൽ വേരിയേഷൻ വരത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പം മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ക്ലൈംസ് ഉണ്ട്, നമുക്ക് പോവാം. ഇപ്പോഴൊക്കെ AC റണ്ണിങ് ആണ് കേട്ടോ. AC-ൽ ഒരു വേരിയേഷൻസോ കോംപ്രമൈസോ വരുന്നില്ല. ഇപ്പോഴും 7% തന്നെ AC ഫുൾ പെർഫോമൻസിൽ AC വർക്കിംഗ് ആണ്. നമ്മൾ അവിടുത്തെ ക്ലൈംബ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അണ്ടർ 8% താഴെ ക്ലൈംസ് എങ്ങനെ പെർഫോം ചെയ്യും നമുക്കൊന്നറിയാം. ഇവിടുന്ന് അങ്ങോട്ട് നല്ല സ്റ്റീപ്പ് ക്ലൈമാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് 5% ആയിട്ടുണ്ട്. 5% ആയപ്പോൾ വന്ന മാറ്റം AC സ്റ്റിൽ വർക്കിംഗ് ആണ്. 20 km/hലേക്കാണ് സ്പീഡിൻ്റെ വേരിയേഷൻ വന്നിരിക്കുന്നത്. 40-ന്ന് വീണ്ടും 20-ലേക്ക് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5% താഴെ കൊണ്ടുപോകാൻ വേണ്ടി അടുത്തൊരു റൂട്ട് കണ്ടുപിടിച്ച് മാട്ടുപ്പെട്ടി റൂട്ടിൽ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 4% ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ബിലോ 5%-ലും AC വർക്കിംഗ് ആണ്. 20 വരെ സ്പീഡ് കംപ്ലീറ്റ്ലി ലിമിറ്റ് ആയിട്ടുണ്ട്. 20-ക്ക് മേളിൽ ഒരു തരത്തിലും ഇറക്കമാണെങ്കിലും എന്തായാലും 20-ക്ക് മേളിൽ പോകത്തില്ല. നല്ല കുത്തനെ ഒരു ഇറക്കമുള്ള റോഡാണ്. നല്ല ഇറക്കമാണ് റോഡ് ഫുള്ള്. പക്ഷേ സ്പീഡ് 20-ൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, XUV400 ഉപയോഗിക്കുമ്പോൾ 5%-ന് താഴെ കൊണ്ടുപോകാത്തതായിരിക്കും സേഫ്. കാര്യം 5%-ൽ താഴെ എല്ലാ സ്പീഡ് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യും. സ്പീഡ് ലിമിറ്റേഷനാണ് അണ്ടർ 5%-ലുള്ള പ്രോബ്ലം. ഫ്രണ്ട്സ്, ഈ 4%-ലും AC വർക്കിംഗ് ആണ്. ഫ്രണ്ട്സ്, ഇപ്പം 3% ചാർജിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഒരു വണ്ടി ചാർജിങ് ആയതുകൊണ്ട് ആ വണ്ടിയുടെ ചാർജിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇതിൻ്റെ മാക്സ് സ്പീഡിൽ
ചാർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണെന്നും ഒക്കെ കാണിക്കാം. ഇപ്പോൾ കറൻ്റ്ലി 3% ആണ്. അപ്പം വണ്ടി നമ്മളിവിടെ വന്ന് കുത്തിയിട്ടു. മൂന്നാറിലെ ചാർജിങ് സ്റ്റേഷനാണ് KCBയുടെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മെഷീൻ 60 kW ടയറക്സിൻ്റെ മെഷീനാണ് KCBയുടെ. അപ്പോൾ 3% നമ്മൾ 10:35 3% ചാർജിൽ കുത്തിയിട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പം 10:35 നമ്മൾ 3% ചാർജ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 10:50 ആയപ്പോഴത്തേക്കും 30% ആയി. ദാറ്റ് മീൻസ് 15 മിനിറ്റും കൊണ്ട് 30% ആയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ കറണ്ട് പോയിട്ടുണ്ട്. അപ്പം 30% വരെ ആയി. അതുകൊണ്ട് നമ്മൾ കറണ്ട് പോയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അത് വെച്ചിട്ട് ബാക്കി ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 31% ചാർജിങ് നിർത്തി. കറണ്ട് പോയി. ഇപ്പം വീട് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ബാക്കി ഇനി വീട്ടിൽ ചെന്നിട്ട് ഇവിടെ സോളാറുണ്ട്, അതിൽ ചാർജ് ചെയ്യാമെന്ന് വെച്ചു. ഏകദേശം നമുക്ക് കണക്ക് മനസ്സിലായി. 30% അല്ലെങ്കിൽ 28% ചാർജ് ചെയ്യാനുള്ള ഒരു സമയം ഏകദേശം മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.